ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളുടെ വളർച്ചയ്ക്കും കായ്കൾ ഉണ്ടാകുന്നതിനും പൂക്കൾ ഉണ്ടാകുന്നതിനും ഒക്കെ ചേർക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ചെടി വളർത്തുന്ന സ്ഥലത്ത് വെച്ച് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ നല്ല ഒരു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയും പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒത്തിരിയും പേര് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ നല്ല അഭിപ്രായവും പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വളം ഉണ്ടാക്കിയെടുക്കാനേ നമുക്ക് ഇതുപോലൊരു പാത്രം, ചെറുതായിട്ട് ഇപ്പം അതിൻ്റെ ചുവട് ഭാഗത്ത് ഒന്നോ രണ്ടോ ഹോൾസ് ഒക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, ഹോൾസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല കിഡിലൻ വളം ഉണ്ടാക്കിയെടുക്കാം. അതിനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ, ഇപ്പം നമ്മളിതേ ഈ പാത്രത്തിനകത്തോട്ട് നോക്കിയാൽ ഇത് ഞാൻ കെയിലിൻ്റെ ചെടി വളർത്താനായിട്ട് നട്ടുപിടിപ്പിച്ചൊരു പാത്രമാണേ. അതിനകത്ത് എന്തൊക്കെയാണ് വളർന്നു വന്നിരിക്കുന്നതെന്ന് കണ്ടോ. ഇനി ചീര നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ചീര ഇതിനകത്തുനിന്ന് അങ്ങ് പറിച്ചെടുക്കാം. കണ്ടോ, ചീര നമ്മളിങ്ങോട്ട് വിളവെടുത്തു. ഇനി ഇത് ഒരു മണിത്തക്കാളിയുടെ ചെടിയാണേ. എന്നാലും ഞാൻ ഇതിനകത്ത് നിർത്തുന്നില്ല, അത് പറിച്ച് കളയുവാണ്. ഈ ചീരയും കൂടെ കൂട്ടി നമ്മൾ കറി വെക്കാനായിട്ട് പറിച്ചെടുത്തു. ബാക്കി ഈ നിൽക്കുന്നതെല്ലാം കളകളാണ് കേട്ടോ. നമ്മൾ ചെടികളുടെ കൂടെ കളകളെ വളർത്താറില്ല, അല്ലെങ്കിൽ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ കളകൾ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളമെല്ലാം നമ്മുടെ വിളകളേക്കാൾ കൂടുതൽ നന്നായി വലിച്ചെടുക്കുകയും നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടികൾക്ക് ആവശ്യത്തിനുള്ള വളവും വെള്ളവും കിട്ടാതെ പോവുകയും വളർച്ച കുറയുകയും ചെയ്യും. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത്, ഇതിൻ്റെ ചോട്ടിലുള്ള കളകളെയെല്ലാം പറിച്ച് നമ്മൾ കളയും. അപ്പം അതെ, അങ്ങനെ ഞാൻ ഇതിനകത്തുനിന്ന് ഈ കളകളെ പറിച്ചെടുക്കും. അതെ, ഇതൊരു കെയിലിൻ്റെ ചെടിയാട്ടോ, കാണാൻ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ബാക്കിയുള്ളതെല്ലാം കളകളാണ്. അപ്പം ഈ കളകളെ നമ്മൾ പറിച്ചെടുക്കുമ്പം ഇതേപോലെ കണ്ടോ, ചോട്ടിലെ മണ്ണൂടെ ചേർത്ത് നമ്മളിപ്പം നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന അവസരത്തിലായതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിൽ ഈ മണ്ണും കൂടെ കൂടിയാണ്. കണ്ടോ, ഇതിൻ്റെ ചോട്ടിരിക്കുന്ന മണ്ണ് കണ്ടോ, ഈ മണ്ണോട് കൂടി നമുക്ക് വേണ്ടാത്ത കളകളെയും അതുപോലെ ദേ ഇതെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ ദേ ആ ഒരു ഗ്രോ ബാഗിനകത്ത് ആ പാത്രം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് ഇത്രയും കളകളെ. അത് നമ്മൾ പറിച്ചെടുക്കുന്നത് അതിൻ്റെ ചോട്ടിലെ മണ്ണൊക്കെ കുറച്ച് പറ്റിപ്പിടിച്ചിരിക്കും. അതോടുകൂടി നമ്മൾ പറിച്ചെടുത്ത് ഇതേപോലെ പാത്രത്തിനകത്ത് ഇടും. കണ്ടോ, വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ കളകൾ മാത്രമല്ല, അപ്പം ഇതുപോലത്തെ ഒരു ചെടി നമുക്ക് വേണ്ടാത്തതാണ്. ഈ ചീര പൂവിട്ടതാണേ, അപ്പം നമുക്കത് വേണ്ടാത്തത് കൊണ്ട് അത് കളഞ്ഞു. അതുപോലെ ഇത് കോളിഫ്ലവറിൻ്റെ ചെടിയാണ്. അതിൻ്റെ ഏറ്റവും അടിവശത്തുള്ള ഇലകളെയൊക്കെ നമുക്ക് ഇതുപോലെ വെട്ടിക്കളയാം. ഇങ്ങനെ നമുക്കറിയാം, നമ്മുടെ ചെടികളൊക്കെ വളരുമ്പം അതിൻ്റെ സൈഡിൽ കൂടെ വളരുന്ന ശിഖരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മുറിച്ചു മാറ്റും. അങ്ങനെ മാറ്റുന്ന സാധനങ്ങളും എല്ലാം, അതുപോലെ പല ചെടികളും പഴകി കഴിയുമ്പം അതിൻ്റെ കായ്ഫലം എല്ലാം കിട്ടിയതിന് ശേഷം ആ ചെടി പഴകി കഴിയുമ്പം, അല്ലെങ്കിൽ പയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിയൊക്കെ പോകും. അങ്ങനെയുള്ള എല്ലാ ജൈവ സാധനങ്ങളും നമുക്ക് ഇതേ പാത്രത്തിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ചോട്ടിൽ മറ്റേ ഇലകളുണ്ട്, ഞാൻ അതും കൂടെ അങ്ങ് പറിച്ച് കളയവേ. അപ്പം ഇതൊക്കെ എടുത്തു. കണ്ടോ, ഇതുപോലെയുള്ള വേസ്റ്റുകൾ. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെയുള്ള ഇലകളൊക്കെ നമ്മൾ ഈ തോട്ടം അടിച്ചു വരുമ്പം കിട്ടുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് കൂടുതൽ ഫലപ്രദമാക്കി നമുക്ക് ഈ വളത്തിനെ എടുക്കാം. അതുപോലെ നമ്മുടെ കിച്ചണിലെ ഉപയോഗിക്കുന്ന ഈ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ് ഇല്ലേ, ഒരു കാരണവശാലും എണ്ണയും നാരങ്ങയും പുളിയും ഒക്കെ പോലത്തെ സാധനങ്ങളൊന്നും ഇതിനകത്തേക്ക് ചേർക്കരുത്. ഇതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇല്ലെങ്കിൽ, ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കണം. ഇനി ഇപ്പം എല്ലാ ദിവസവും നമുക്ക് കള പറിക്കാൻ കാണത്തില്ല, ഇനി ഉണ്ടെങ്കിലും വേണ്ടുമല്ലോ. എല്ലാ ദിവസവും പറിക്കുകയാണെങ്കിൽ കുറേശ്ശെ കളകളെ കിട്ടത്തുള്ളൂ. ആ കളകളും പുല്ലും എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ദിവസങ്ങളോളം നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കിന് കളകൾ ഇട്ടിട്ട് നമ്മുടെ ഈ പാത്രം നിറയും. അപ്പം നമ്മൾ വേറൊരു പാത്രത്തിനകത്തും കൂടെ ഇതേപോലെ നമുക്ക് ഇട്ട് നോക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഇവിടെ വെച്ചിട്ട് എൻ്റെ വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ആദ്യം ഈ പാത്രത്തിനകത്ത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കളകൾ പറിച്ചപ്പം കൊണ്ടുപോയി താഴെ കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതേപോലത്തെ ഒരു പാത്രം, ഇത് നമ്മളിവിടെ എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം അതിനകത്തേക്ക് ഇട്ട് വെച്ചു. അങ്ങനെ ദേ മോളിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഓർക്കും, ഓ ഇതൊന്നും ആയില്ലല്ലോ എന്ന് ഓർക്കുകയല്ലേ.
കുറച്ച് ഭാഗം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലോട്ട് കണ്ടോ, നല്ല വാരി എടുക്കാൻ പറ്റുന്ന നല്ല പൊടി പോലെയുള്ള കമ്പോസ്റ്റാണ്. കണ്ടോ, എല്ലാ സാധനങ്ങൾക്കും വളമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കമ്പോസ്റ്റാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ മുകളിലോട്ട് വരുന്ന സാധനത്തിന് എന്നാ ചെയ്യണമെന്നറിയാം. ഇപ്പം ഇതിനകത്തുനിന്ന് ഞാൻ ഇത്ര അങ്ങോട്ട് പൊക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് അവസാനം ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇതിനെ അങ്ങ് ചേർത്താൽ മതി. അപ്പം ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഈ പാത്രത്തിനകത്ത് മുഴുവനും വാരി വെച്ചിരിക്കുവാണേ. അതിനകത്തോട്ട് വെക്കുമ്പോൾ എപ്പോഴും ഞാൻ മറ്റേ പാത്രത്തിനകത്ത് അടിവശം ഇരുന്നത് എവിടെയാണോ അത് ഇതിനകത്ത് മുകളിൽ വരത്തക്ക രീതിയിലാണ് വെക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ വേറെ വീണ്ടും ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് കമ്പോസ്റ്റുകളോ കഞ്ഞിവെള്ളമോ ചാണകവളവോ ഒന്നും ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെ തന്നെ വെക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രം കണ്ടോണം. ഈ പാത്രത്തിനകത്ത് ഇതേപോലെ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈ പുല്ലൊക്കെ മാത്രം ഞാൻ ഇവിടെ ഈ കളകൾ വൃത്തിയാക്കുന്നത് മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിനെ എടുത്ത് ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ, ഇത്ര ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്നു എന്ന് വിചാരിക്കണ്ട, കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് താഴേക്ക് അമരും. അപ്പം ഈ പാത്രത്തിനകത്ത് വന്നിരിക്കുന്ന കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള കമ്പോസ്റ്റ്. അതിൻ്റെ മോൾ ഭാഗത്തെ സാധനം എടുത്ത് അലിയാത്തതിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ നമുക്ക് വളമാക്കി എടുക്കാം. ഇനി ഞാൻ ആ പാത്രത്തിനകത്ത് ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി വളം ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്തു വെച്ചിരുന്നതാണ്. നല്ല കിടിലൻ വളമാണ് കണ്ടോ. പക്ഷെ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയിൽ അതിങ്ങനെ നനഞ്ഞ് ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കുവാണേ. ആ ഉണങ്ങിയിരിക്കുന്ന കമ്പോസ്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വളം, ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന പുല്ലൊക്കെ നമ്മളിത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണേ. നമുക്ക് ഈ പാത്രത്തിനകത്തോട്ടൊന്ന് കുടഞ്ഞിട്ട് നോക്കാം. കണ്ടോ, കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടോ, ചില പുക്ക മാത്രം ഇനിയും അലിയാത്തതുണ്ട്. പക്ഷെ ഇതൊന്നും ഇനി വീണ്ടും കിളുത്ത് വരത്തില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ ഇപ്പം തെള്ളിയെടുക്കുകയൊന്നും പേറ്റിയെടുക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ചെടിച്ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. നല്ല പുട്ടുപൊടി പോലെ കിടക്കുന്ന നല്ല സൂപ്പർ വളമാണ് കേട്ടോ. ആ വലിയ പാത്രത്തിനകത്ത് ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഞാനൊരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാവേ. ഈ പാത്രത്തിനകത്ത് കണ്ടോ, ഇഷ്ടംപോലെ വളങ്ങളാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് കുടഞ്ഞിട്ടിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണക്കാൻ വെച്ചതാണ്, വെള്ളം ഒഴിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അതേപോലെ മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒന്ന് വെയിലത്തിട്ട് ഒന്ന് തോർത്തിയെടുത്തിട്ട് നമ്മളിതൊരു പാത്രത്തിനകത്തിട്ട് അടച്ചു വെച്ചാൽ കൈകൊണ്ട് ഇഷ്ടം പോലെ ഓരോ ചെടിയുടെ ചുവട്ടിലേക്കും നമുക്ക് വാരി വാരി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ വളമായി രൂപപ്പെട്ട് കഴിയുമ്പം ഒരു ചാണകത്തിന് സമാനമായ വളമായിട്ടാണ് ഇത് മാറുന്നത്. ചെടികളുടെ വളർച്ചയ്ക്കും പൂവിടാനും കായുണ്ടാകാനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൈമറി മൂലകങ്ങളും പ്രഥമ മൂലകങ്ങളും അതിനൊപ്പം ദ്വിതീയ മൂലകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ കമ്പോസ്റ്റ് വളം. ഇതുപോലെ നമ്മൾ വളമാക്കിയെടുത്താലേ നമ്മളുടെ ചെടി വളർത്തുന്ന സ്ഥലം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്കിഷ്ടം പോലെ നല്ല വളം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ വളം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ യാതൊരു ചെലവുമില്ലാതെ, സാമ്പത്തിക ചെലവൊന്നുമില്ലാതെ നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി ചെടികളും പൂച്ചെടികളും പഴച്ചെടികളും ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ഇപ്പം എന്ത് തരത്തിലുള്ള ചെടിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് യാതൊരു ലോഭവും ഇല്ലാതെ കിട്ടുന്നതാണ് ഈ കളകളെന്ന് പറയുന്നത്. അവരെ നമ്മൾ സ്ഥിരമായിട്ട് ചെടിയുടെ ചോട്ടിൽ നോക്കാൻ വരുന്ന അവസരത്തിൽ പറ്റുന്നത് പറിച്ചെടുത്ത് ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയാൽ 6 മാസം കഴിയുമ്പം നമുക്ക് നല്ല ഒന്നാന്തരം വളം അതിൽ നിന്ന് കിട്ടിത്തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഈ രീതിയിലുള്ള വളം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലയേറിയ കമൻറ്റുകളായിട്ട് അയച്ചു തരികയും ചെയ്യണേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.